നമസ്കാരം. അധ്യാത്മരാമായണം ഗദ്യപാരായണം 16-ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ നമ്മൾ വായിച്ചത് ബാലിയെ നിഗ്രഹിച്ച ഭാഗമാണ്. അതിനുശേഷം താരയ്ക്ക് ഉപദേശം നൽകി. ഇനി നമുക്ക് വായിക്കാനുള്ളത് സുഗ്രീവ രാജ്യാഭിഷേകമാണ്. അതിലേക്ക് കടക്കാം. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. സുഗ്രീവ രാജ്യാഭിഷേകം. അനന്തരം ശ്രീരാമൻ സുഗ്രീവനോട് പറഞ്ഞു, ജ്യേഷ്ഠൻ്റെ പുത്രനായ അംഗദനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ശവസംസ്കാരം മുതൽ പുണ്യാഹം വരെയുള്ള കർമ്മങ്ങൾ നീ ചെയ്യുക. രാമൻ്റെ ആജ്ഞയാൽ സന്തുഷ്ടനായ സുഗ്രീവൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു. സൗമ്യശീലയായ താരയും പുത്രനായ അംഗദനും ബ്രാഹ്മണരും മന്ത്രിമുഖ്യന്മാരും പൗരജനങ്ങളും ചേർന്ന് രാജോചിതമായ വിധം ഭേരി, മൃദംഗം തുടങ്ങിയ വാദ്യഘോഷങ്ങൾ മുഴക്കിക്കൊണ്ട് ശാസ്ത്രപ്രകാരം കർമ്മങ്ങൾ അനുഷ്ഠിച്ച ശേഷം കുളിച്ച് ശ്രീരാമൻ്റെ സന്നിധിയിലെത്തി. മന്ത്രികളോടൊത്ത് ശ്രീരാമപാദങ്ങളിൽ നമസ്കരിച്ചിട്ട് സുഗ്രീവൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, പൂജ്യനായ അങ്ങ് തന്നെ ഈ രാജ്യത്തെ രക്ഷിച്ചു കൊള്ളണം. ദേവദേവേശ, ദാസനായുള്ള ഞാൻ അങ്ങയുടെ ശാസനയും പാലിച്ചുകൊണ്ട് ലക്ഷ്മണനെ പോലെ അവിടുത്തെ പാതാരവിന്ദങ്ങളെ സേവിച്ചു കൊള്ളാം. സുഗ്രീവൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ശ്രീരാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ തന്നെയാണ് ഞാൻ, അതിലൊരു സംശയവും വേണ്ട. എൻ്റെ ആജ്ഞ പോലെ നീ സന്തോഷവാനായി പോവുക. പൂജ്യനായി ചെന്ന് അഭിഷേകം ചെയ്യുക. രാജാധിപത്യം നിനക്ക് തന്നിരിക്കുന്നു. ഞാൻ 14 വർഷക്കാലം ഒരു നഗരത്തിലും പ്രവേശിക്കുകയില്ല. ലക്ഷ്മണൻ നിനക്ക് അഭിഷേകം നടത്തും. പിന്നെ സമർത്ഥനായ അംഗദകുമാരനെ നീ യുവരാജാവായി അഭിഷേകം കഴിച്ചാലും. സുഹൃത്തെ, രാജ്യമെല്ലാം നിനക്ക് അധീനമാണ്. നീ ബാലിയെപ്പോലെ രാജ്യത്തെയും അംഗദകുമാരനെയും പരിപാലിച്ചു കൊള്ളുക. ഞാൻ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ തന്നെ വസിക്കുന്നുണ്ട്. ഇന്നു മുതൽക്ക് ദുഃഖം സഹിച്ചുകൊണ്ട് ഞാൻ ചാതുർമാസ്യവ്രതം അനുഷ്ഠിക്കുകയാണ്. മഴക്കാലം കഴിഞ്ഞ ഉടനെ നീ സീതയെ അന്വേഷിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. സീത എവിടെയാണെന്ന് മനസ്സിലാക്കി എന്നോട് പറയുകയും വേണം. അതുവരെ നീ ഭാര്യയോടും പുത്രനോടും കൂടി സുഖമായി കൊട്ടാരത്തിൽ വസിക്കുക. ശ്രീരാമനോട് അനുവാദവും വാങ്ങിക്കൊണ്ട് ലക്ഷ്മണനെയും കൂട്ടി സുഗ്രീവൻ കൊട്ടാരത്തിലേക്ക് പോയി. സുഗ്രീവനെ രാജാവായി അഭിഷേകം ചെയ്തിട്ട് ലക്ഷ്മണൻ തിരികെ ശ്രീരാമൻ്റെ അടുക്കൽ എത്തിച്ചേർന്നു. ശ്രീരാമൻ ലക്ഷ്മണ സമേതം പ്രവർഷണം എന്നു പേരായ പർവ്വതത്തിൻ്റെ പൊങ്ങി നിൽക്കുന്ന കൊടുമുടിയിൽ ചെന്നെത്തി. അവിടെ അവർ ഒരു ഗുഹ കണ്ടെത്തി. സ്ഫടിക ശോഭയുള്ളതും കാറ്റും മഞ്ഞും വെയിലും മഴയുമെല്ലാം തടുക്കുന്നതും ശ്രേഷ്ഠമായ രത്നങ്ങൾ കൊണ്ട് ഉജ്ജ്വലിക്കുന്നതും സ്വർണ്ണമയവുമായ ആ ഗുഹാമുഖത്ത് വൃക്ഷങ്ങളും കായ്ക്കനികളും കിഴങ്ങുവർഗ്ഗങ്ങളുമെല്ലാം ഉണ്ടെന്ന് കണ്ടിട്ട് ശ്രീരാമദേവന് ലക്ഷ്മണനോടൊത്ത് അവിടെ താമസിക്കാൻ ഇഷ്ടം തോന്നി. സിദ്ധന്മാർ, യോഗീന്ദ്രന്മാർ തുടങ്ങിയ ഭക്തജനങ്ങൾ മനുഷ്യരൂപത്തിൽ അവതരിച്ചിരിക്കുന്ന മഹാവിഷ്ണുവിനെ ഭജിക്കാനായി പക്ഷികളുടെ രൂപത്തിൽ അവിടെ എത്തി. സ്ഥാവര ജംഗമ ജാതികളിലുള്ളവരെല്ലാം ശ്രീരാമദേവനെ കണ്ട് ആനന്ദിച്ചു. ഒരിക്കൽ സമാധിയിൽ നിന്ന് നിവൃത്തനായി ഏകാന്തതയിൽ വസിക്കുന്ന ശ്രീരാമനോട് ലക്ഷ്മണകുമാരൻ താൽപ്പര്യത്തോടെ ചോദിച്ചു, ത്രിലോകീപദേ, മോക്ഷപ്രദമായ ക്രിയാമാർഗം കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വർണ്ണാശ്രമികൾക്കും അത് മോക്ഷദായകമാണത്രേ. ദയാനിധേ, അങ്ങ് അത് വിശദീകരിച്ചു പറഞ്ഞു തരണം. നാരദൻ, വ്യാസൻ, ബ്രഹ്മദേവൻ തുടങ്ങിയവർ നിരന്തരം നാരായണ പൂജ കൊണ്ട് പുരുഷാർത്ഥങ്ങൾ നേടുന്നു എന്ന് യോഗിവര്യന്മാർ ഭക്തിയോടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങ് ഭക്തനും ദാസനുമായ അടിയന് മോക്ഷപ്രദമായ കാര്യം ഉപദേശിച്ചു തരണം. അങ്ങ് അത് അരുളി ചെയ്താൽ അത് ലോകോപകാരപ്രദമാകും. ക്രിയാമാർഗോപദേശം. ലക്ഷ്മണൻ ഇപ്രകാരം ഉണർത്തിച്ചപ്പോൾ ശ്രീരാമൻ ഉടനെ പറഞ്ഞു, നീ കേട്ടുകൊള്ളൂ. എൻ്റെ പൂജാവിധികൾ അവസാനമില്ലാത്തതാണ്. എങ്കിലും നിന്നോടുള്ള വാത്സല്യം കാരണം ചുരുക്കി ഞാൻ പറയാം. അവരവരുടെ ഗൃഹപൂജാതി കർമ്മങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ശാസ്ത്രവിധി അനുസരിച്ച് ഭൂമിയിൽ ദ്വിജത്വമുണ്ടായാൽ ആചാര്യനിൽ നിന്ന് മന്ത്രോപദേശം സ്വീകരിച്ച് ആചാരമനുസരിച്ച് എന്നെ ആരാധിക്കുക. ഹൃദയ കമലത്തിലോ ഭഗവാനിലോ പ്രതിമകളിലോ ആദിത്യനിലോ ജലത്തിലോ ചതുരാകൃതിയിൽ നിരപ്പുവരുത്തി ശുദ്ധമാക്കിയ പൂജാസ്ഥലത്തോ എന്നെ പൂജിക്കാം. നല്ല സാളഗ്രാമമുണ്ടെങ്കിൽ വളരെ ഉത്തമമാണ്. വേദങ്ങളിലും മന്ത്രങ്ങളിലും പറഞ്ഞിട്ടുള്ള പ്രകാരം ദേഹശുദ്ധി വരുത്താൻ വേണ്ടി കളിമണ്ണും മറ്റും പൂശിക്കുളിക്കണം. മൂലമന്ത്രം ഗ്രഹിച്ച് സന്ധ്യാവന്ദനം മുതലായ നിത്യകർമ്മങ്ങൾ ചെയ്യണം. പിന്നീട് കർമ്മശുദ്ധിക്ക് വേണ്ടി ആദിയെ സങ്കല്പം ചെയ്യണം. ആചാര്യൻ ഞാനാണെന്ന് സങ്കല്പിച്ച് ഭക്തിയോടെ നിത്യവും പൂജ ചെയ്യണം. പൂജിക്കുന്നത് ശിലയെ ആയാലും പ്രതിമയെ ആയാലും കുളിപ്പിച്ച് തുടച്ച് വൃത്തിയാക്കണം. സുഗന്ധ പുഷ്പങ്ങൾ കൊണ്ട് പൂജിക്കുന്നവന് വിചാരിച്ചതൊക്കെ ലഭിക്കും. മുഖ്യപ്രതിമകളിൽ അലങ്കാരം ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. ഹവിസ്സുകൊണ്ട് അഗ്നിയിൽ പൂജ ചെയ്യാം. ചതുരാകൃതിയിൽ വൃത്തിയാക്കിയിട്ടുള്ള തറയിൽ സൂര്യഭഗവാനെ ആരാധിക്കാം.
പൂജാദ്രവ്യങ്ങളെല്ലാം മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിട്ട് വേണം പൂജ തുടങ്ങാൻ. വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഭക്തൻ തരുന്നത് വെള്ളമായാലും എനിക്ക് അതീവ പ്രിയങ്കരമാണ്. സുഗന്ധപുഷ്പങ്ങൾ, അക്ഷതം, ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവ ഭക്തൻ ശ്രദ്ധയോടുകൂടി നൽകിയാൽ എനിക്ക് ഇഷ്ടമാകുമെന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വസ്ത്രം, തോൽ, ദർഭ മുതലായവ കൊണ്ട് ഇരിപ്പിടം തയ്യാറാക്കണം. ദേവന്റെ മുമ്പിൽ ശാന്തനായി ചെന്നിരുന്ന് മന്ത്രത്തിലെ അക്ഷരങ്ങളെ ശരീരത്തിൻ്റെ ഓരോ അവയവത്തിലും സങ്കല്പിക്കുന്ന രീതിയിൽ ലിപിന്യാസം നടത്തണം. പിന്നീട് തത്വന്യാസവും പഞ്ചരന്യാസവും മന്ത്രന്യാസവും ചെയ്യണം. ഇടതുവശത്ത് കലശവും വലതുവശത്ത് പുഷ്പങ്ങളും മറ്റും വെക്കണം. അർഘ്യം, പാദ്യം, മധുപർക്കം, ആചമനീയം ഇവയ്ക്കായി 4 പാത്രങ്ങൾ വെക്കണം. മിന്നൽ പോലെ ഉജ്ജ്വലമായ എൻ്റെ ജീവനെ ഹൃദയത്തിൽ വെച്ച് ധ്യാനിക്കണം. പിന്നെ സ്വശരീരമാകെ എൻ്റെ കലയാൽ വ്യാപ്തമാണെന്ന് അചഞ്ചലമായി സങ്കല്പിക്കണം. പ്രതിമ മുതലായവയിൽ എൻ്റെ കലയെ ആവാഹിച്ച് ദേവസ്വരൂപമായി ധ്യാനിക്കണം. പാദ്യം, അർഘ്യം, മധുപർക്കം, വസ്ത്രം, ആഭരണങ്ങൾ തുടങ്ങിയവ സമർപ്പിക്കുകയും അഭിഷേകം നടത്തുകയും ചെയ്യണം. ഉപചാരങ്ങൾ എത്രയായാലും എനിക്കിഷ്ടമാണ്. വേദശാസ്ത്ര വിധികളനുസരിച്ച് നീരാജനം, ധൂപം, ദീപം, നൈവേദ്യം തുടങ്ങിയവ ഭക്തിയോടെ നിത്യവും സമർപ്പിച്ചാൽ ഞാനും ശ്രദ്ധയോടെ സ്വീകരിക്കുന്നതാണ്. അഗസ്ത്യൻ ഉപദേശിച്ച രീതിയിലുള്ള അഗ്നികുണ്ഠത്തിൽ മൂലമന്ത്രം ജപിച്ച് ഹോമം നടത്താം. ഭക്തിയോടെ പുരുഷസൂക്തം കൊണ്ടും ഹോമിക്കാമെന്ന് നീ മനസ്സിലാക്കൂ. കുമാര, ഉപാസിക്കേണ്ടുന്ന അഗ്നിയിൽ ചരുകൊണ്ടോ ഹവിസ്സുകൊണ്ടോ ഹോമമാകാം. ചുട്ടുപഴുപ്പിച്ച സ്വർണത്തിന് തുല്യമായ ഉജ്ജ്വല ശോഭയുള്ളവനും ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടവനുമായ എന്നെ തന്നെ അഗ്നിമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവനായി ഹോമവേളയിൽ പണ്ഡിതനായ ഭക്തൻ ധ്യാനിക്കണം. പാർശ്വസ്ഥരായ ദേവതകൾക്ക് ബലിയർപ്പിച്ച് മന്ത്രമറിയാവുന്നവൻ ഹോമം സമർപ്പിക്കണം. എന്നെ ധ്യാനിച്ച് മന്ത്രം ജപിച്ച് വായ്ക്ക് സുഗന്ധമുണ്ടാക്കുന്ന വെറ്റിലയും മറ്റും സമർപ്പിച്ച് എൻ്റെ മുന്നിൽ പ്രീതിയോടുകൂടി നൃത്തം, ഗീതം, സ്തോത്രപഠനം തുടങ്ങിയവ നടത്തി കാൽക്കൽ നമസ്കരിക്കുക. എന്നെ മനസ്സിലിരുത്തി വിനയപൂർവ്വം എൻ്റെ പ്രസാദത്തെ ശിരസിൽ ധരിച്ച് ആനന്ദത്തോടെ ഈ ഘോര സംസാരത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചാലും എന്ന് വീണ്ടും പറഞ്ഞ് നമസ്കരിച്ചിട്ട് ജീവാത്മാവിനെ യഥാസ്ഥാനം മാറ്റി ഇരുത്തുക. ലക്ഷ്മണ, ഈ വിധം നീ നിത്യവും പൂജ ചെയ്തുകൊള്ളുക. ഭക്തനായ മനുഷ്യൻ നിത്യവും ഈ ക്രിയായോഗം അനുഷ്ഠിക്കുകയാണെങ്കിൽ ജീവിതാന്ത്യത്തിൽ എൻ്റെ പദം പ്രാപിക്കുകയും ഐഹിക സുഖങ്ങൾ അനുഭവിക്കാറാകുമെന്നും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഞാൻ ഉപദേശിച്ച ഉത്തമമായ ഈ ക്രിയായോഗത്തെ ഭക്തിയോടെ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവന് നിത്യപൂജ ചെയ്യുന്നതിൻ്റെ ഫലമുണ്ടാകും. ശേഷാംശജാതനായ ലക്ഷ്മണനോട് ഇപ്രകാരം ഉപദേശിച്ച ശേഷം മായാമയനായ നാരായണൻ മായയെ ആശ്രയിച്ച് ദുഃഖിച്ചു തുടങ്ങി. ഹാ ജനകപുത്രി, മനോഹരെ, എൻ്റെ ജീവനാഥേ എന്നിങ്ങനെ വിളിച്ച് വിലപിക്കുന്ന ശ്രീരാമദേവന് ഉറക്കമില്ലാതായി. ലക്ഷ്മണന്റെ സാന്ത്വന വാക്കുകൾ കേൾക്കുമ്പോൾ ചില നേരം ശ്രീരാമൻ പ്രസന്നത നിലക്കൊള്ളും. ഹനുമാൻ സുഗ്രീവ സംവാദം. ഒരു ദിവസം കിഷ്കിന്ധാപുരിയിൽ വാഴുന്ന സുഗ്രീവനെ വണങ്ങിക്കൊണ്ട് ഹനുമാൻ ഇപ്രകാരം പറഞ്ഞു: കവീന്ദ്ര, ശ്രദ്ധയോടെ കേട്ടാലും നിനക്ക് ഹിതകരമായ ചില കാര്യങ്ങൾ ഞാൻ പറയുന്നു. സത്യവ്രതനായ രഘൂത്തമൻ നിന്റെ കാര്യങ്ങളെല്ലാം മുൻപേ സാധിച്ചു തന്നു. പിന്നീട് നീ അതൊക്കെ മറന്നു എന്ന് എനിക്ക് തോന്നുന്നു. മഹാബലവാനും ദേവേന്ദ്രപുത്രനും ത്രൈലോക്യ സമ്മതനുമായ ബാലിയെ നിന്നെ കാരണം വധിച്ചു. അങ്ങനെ നിന്റെ കാര്യം നേരത്തെ സാധിച്ചു. രാജ്യാഭിഷേകവും കഴിഞ്ഞ് മഹാജനപൂജ്യനായി നീ താരയോടൊപ്പം സുഖമായി വസിക്കുന്നു. എത്ര നാൾ ഇങ്ങനെ വസിക്കാൻ കഴിയുമെന്നാണ് നിന്റെ വിചാരം? ഇന്നോ നാളെയോ മറ്റന്നാളോ നിനക്ക് മരണം സംഭവിക്കും എന്നതിൽ സംശയമില്ല. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ജീവിച്ചിരുന്നാലും മരിച്ചതിന് തുല്യനാണ്. പർവ്വതത്തിനു മുകളിൽ സഹോദരനോടൊത്ത് ശ്രീരാമദേവൻ ദുഃഖത്തോടെ കഴിയുന്നു. നിന്നെയും പ്രതീക്ഷിച്ചാണ് അദ്ദേഹം ഇരിക്കുന്നത്. അന്ന് നീ പറഞ്ഞ കാലാവധി എത്തി എന്ന കാര്യം നീ ഓർക്കുന്നുപോലുമില്ല. വാനര സ്വഭാവത്തോടെ സ്ത്രീസക്തനായും മദ്യപാനത്തിൽ മുഴുകിയും രാപ്പകൽ ഭേദം പോലും അറിയാതെ വസിക്കുന്ന നിന്റെ പ്രവൃത്തികൾ ബഹുകേമം തന്നെ. ഇങ്ങനെയാണെങ്കിൽ നിന്റെ ജ്യേഷ്ഠനായ ബാലിയെ വധിച്ചതുപോലെ അദ്ദേഹം നിന്നെയും വധിക്കുമെന്നുള്ളത് നിശ്ചയമാണ്. ഹനുമാന്റെ വാക്കുകൾ കേട്ട് ഭയന്ന സുഗ്രീവൻ പറഞ്ഞു: നീ പറഞ്ഞത് സത്യമാണ്. അങ്ങേപ്പോലെ സംസാരിക്കുന്ന മന്ത്രിമാരുള്ള രാജാവിന് ഒരിക്കലും ഒരു ആപത്തും ഉണ്ടാവുകയില്ല. അങ്ങേൻ്റെ ആജ്ഞയനുസരിച്ച് 10 ദിക്കുകളിലേക്കും ദൂതന്മാരെ അയക്കണം. 7 ദ്വീപുകളിലുള്ള വാനരസത്തമന്മാരെ വരുത്തുവാനായിട്ട് 10,000 വാനരന്മാരെ സന്ദേശപത്രവുമായി അയക്കണം. 15 ദിവസത്തിനകം വാനരക്കൂട്ടം ഇവിടെ വന്നെത്തണം. 15 ദിവസം കഴിഞ്ഞു വരുന്നവർക്ക് വധശിക്ഷ നൽകുമെന്നുള്ളത് തീർച്ചയാണ്.
ഈ സത്യത്തിന് ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. ഹനുമാൻ ഇപ്രകാരം പറഞ്ഞിട്ട് സുഗ്രീവൻ തൻ്റെ മനോഹരമായ വസതിയിലേക്ക് പോയി. യജമാനൻ്റെ ആജ്ഞയെ മുൻനിർത്തി ഹനുമാൻ മായാമാനുഷനായ ശ്രീരാമചന്ദ്രൻ്റെ കാര്യത്തിനു വേണ്ടി കപികുല ശ്രേഷ്ഠന്മാരെ വായുവേഗത്തിൽ വരുത്താനായി വാനര സത്തമന്മാരെ 10 ദിക്കിലേക്കും ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ നൽകി അയച്ചു. ശ്രീരാമൻ്റെ വിരഹതാപം. ശ്രീരാമൻ പത്നിയെ പിരിഞ്ഞ് ദുഃഖിച്ച് പർവ്വതത്തിൻ്റെ മുകളിൽ വസിക്കുന്ന വേളയിൽ ദുഃഖത്തോടെ ലക്ഷ്മണനോട് പറഞ്ഞു, കുമാര, എൻ്റെ എല്ലാം എൻ്റെ പാപഫലമാണ്. ജനകപുത്രി മരിച്ചോ അതോ എവിടെയെങ്കിലും ദുഃഖത്തോടെ ജീവിച്ചിരിപ്പുണ്ടോ എന്നതിന് യാതൊരു നിശ്ചയവുമില്ല. ആരെങ്കിലും ഒരു നാൾ അവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് എന്നോട് പറയുകയാണെങ്കിൽ അവൻ എനിക്ക് ഏറ്റവും പ്രിയനാകും. സീതാദേവി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ബലം പ്രയോഗിച്ചിങ്ങ് കൊണ്ടുവരും. ജാനകീദേവിയെ മോഷ്ടിച്ചവനെയും അവൻ്റെ വംശത്തെയും എൻ്റെ ഉള്ളിലെ കോപം കൊണ്ടുതന്നെ ഞാൻ നശിപ്പിക്കും. അതിൽ ഒരു സംശയവുമില്ല. പ്രിയതമേ, എന്നെ കാണാതെ ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാനിനി എന്ന് കാണും? ചന്ദ്രവദനയായ നീ എന്നെ പിരിഞ്ഞത് കാരണം എനിക്ക് ചന്ദ്രനും സൂര്യനെ പോലെയായി. ചന്ദ്ര, നീ തണുത്ത രശ്മികൾ കൊണ്ട് സീതയെ തലോടിയിട്ട് അതേ രശ്മികൾ കൊണ്ട് എന്നെയും തലോടുക. സീത നിന്നുടെ വംശത്തിൽ ജനിച്ചവളല്ലേ. സുഗ്രീവനും ദയാഹീനനാണ്. അവൻ ദുഃഖിച്ചിരിക്കുന്ന എന്നെ മറന്നു. ശത്രുക്കളില്ലാത്ത രാജ്യവും ലഭിച്ച് സുന്ദരിമാരോടൊത്ത് രാപ്പകൽ മദ്യപാനത്തിൽ മുഴുകിക്കഴിയുന്ന അവൻ കൃതജ്ഞനാണ്. ലക്ഷ്മണ, ശരത്കാലമായിട്ടും അവൻ പറഞ്ഞ പ്രകാരം സീത എവിടെയാണെന്ന് അന്വേഷിച്ചറിഞ്ഞ് പറയാൻ വന്നില്ലല്ലോ. പൂർവോപകാരിയായ എന്നെ മറന്നതുകൊണ്ട് അവൻ കൃതജ്ഞന്മാരിൽ മുമ്പനാണ്. ഇഷ്ടജനങ്ങളെ മറക്കുന്ന ദുഷ്ടന്മാരിൽ അഗ്രഗണ്യനാണ് സുഗ്രീവൻ. ഞാൻ കിഷ്കിന്ധയെയും അവനെയും അവൻ്റെ ബന്ധുക്കളെയും നശിപ്പിക്കുന്നുണ്ട്. ജ്യേഷ്ഠനായ ബാലിയുടെ വഴിക്ക് തന്നെ സുഗ്രീവനും പോകണം എന്നുള്ളതിൽ സംശയമില്ല. ഇപ്രകാരം പറയുന്ന ശ്രീരാമനോട് ലക്ഷ്മണൻ ക്രുദ്ധനായി പറഞ്ഞു, വധ്യനായ സുഗ്രീവനെ ഉടനെ വധിച്ചിട്ടു വരാൻ അങ്ങ് എന്നോട് വേഗം ആജ്ഞാപിച്ചാലും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വില്ലും ആവനാഴിയും വാളും കയ്യിലെടുത്ത് ക്രോധത്തോടെ പോകാനൊരുങ്ങിയ ലക്ഷ്മണനെ തടഞ്ഞുകൊണ്ട് ശ്രീരാമൻ പറഞ്ഞു, ഇനി ഒരു കാര്യം കൂടി നിന്നോട് പറയാനുണ്ട്. എൻ്റെ മിത്രമായ സുഗ്രീവൻ വധാർഹനല്ല. ബാലിയെപ്പോലെ നിനക്കും ഉടനെ കാലപുരിക്ക് പോകാം എന്ന് പറഞ്ഞ് അവനെ ഒന്ന് ഭയപ്പെടുത്തിയാൽ മാത്രം മതി. ഇപ്രകാരം അവനോട് പറയുമ്പോൾ അവൻ അതിന് പറയുന്ന മറുപടിയും കേട്ടുകൊണ്ട് നീ വേഗം വന്നാൽ പിന്നെ വേണ്ടുന്നത് ആലോചിച്ച് ചെയ്യാം. ലക്ഷ്മണൻ്റെ പുറപ്പാട്. ജ്യേഷ്ഠൻ്റെ ആജ്ഞപ്രകാരം ലക്ഷ്മണൻ കിഷ്കിന്ധ ലക്ഷ്യമാക്കി നീങ്ങി. ലക്ഷ്മണൻ്റെ പോക്ക് കണ്ടാൽ കിഷ്കിന്ധയോടൊപ്പം വാനരക്കൂട്ടമാകെ ദഹിച്ചു പോകുമെന്ന് തോന്നും. സർവജ്ഞനായ ശ്രീരാമൻ ലോകത്തിന് പാപശാന്തി വരുത്താനായി സാധാരണ മനുഷ്യനെപ്പോലെ സുഖദുഃഖങ്ങൾ അനുഭവിച്ചു വസിച്ചു. പണ്ട് ദശരഥൻ ചെയ്ത തപസ്സിന് സിദ്ധി നേടിക്കൊടുക്കാനും ബ്രഹ്മാദി ദേവകൾക്കുണ്ടായ സങ്കടം തീർത്ത് രക്ഷിക്കാനുമായി ജഗത്പതിയായ പരമാനന്ദമൂർത്തി മാനുഷവേഷം ധരിച്ചു. അജ്ഞാനത്താൽ ആവൃതമായ മനസ്സുള്ള ജനങ്ങളൊക്കെ മായയാൽ മോഹിച്ചു കഴിയുമ്പോൾ അവർക്ക് മോക്ഷം നൽകുന്നതെങ്ങനെ എന്ന് സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു. ശ്രീരാമൻ്റെ മാനുഷിക വ്യാപാരങ്ങളിൽ നിന്ന് രൂപം കൊണ്ടതും സകല ജനങ്ങളുടെയും മായാമോഹത്തെ നശിപ്പിക്കുന്നതുമായ രാമായണ കഥയെ പ്രസിദ്ധമാക്കുവാൻ വേണ്ടി ഭഗവാൻ കാമക്രോധരാഗമോഹ ശോകമെല്ലാം അവലംബിച്ച് അതാത് പ്രവൃത്തികൾക്കും കാലദേശങ്ങൾക്കും യോജിച്ച ഭാവങ്ങൾ മനസ്സാവരിച്ചു. വിജ്ഞാനമൂർത്തിയായ ഭഗവാൻ സത്വാദി ഗുണങ്ങളിൽ ആസക്തനെന്ന പോലെ പെരുമാറി. സർവവ്യാപിയും സർവാത്മകനുമായ ഈശ്വരനെ സനകാദികളായ ദിവ്യമുനിമാർ മാത്രം അറിയുന്നു. നിർമ്മലാത്മാക്കളായ ഭക്തന്മാർക്ക് സമ്യക് ജ്ഞാനമുണ്ടാകുമെന്ന് പറയപ്പെടുന്നു. ഭക്തന്മാരുടെ ആഗ്രഹം അനുസരിച്ച് മോക്ഷപ്രദനായ ഭഗവാൻ ഭൂമിയിൽ ജനിക്കുന്നു. കിഷ്കിന്ധാപുരിയുടെ അടുത്തെത്തിയ ലക്ഷ്മണൻ ചെറു ഞാണൊലി മുഴക്കി. വാനരന്മാർ ലക്ഷ്മണനെ കണ്ട് പേടിച്ച് കിലുകില ശബ്ദം പുറപ്പെടുവിച്ചു. കോട്ടമതിലിന് മുകളിൽ കല്ലും മരങ്ങളും കയ്യിൽ പിടിച്ചുകൊണ്ടും ഭയം കൊണ്ട് മലമൂത്ര വിസർജനം ചെയ്തും വാനരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വേഗത്തിൽ ചാടിത്തുടങ്ങി. വാനര സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുന്നതിനു വേണ്ടി ഒരുങ്ങിയ ലക്ഷ്മണൻ വില്ലും കുഴിയെ കുലച്ചു വലിച്ചു. ഇതുകണ്ട് വാനരക്കൂട്ടം വല്ലാതെയായി. ലക്ഷ്മണന്റെ വരവറിഞ്ഞ അംഗദൻ ഓടിയെത്തി വാനരക്കൂട്ടത്തെ ആട്ടി അകറ്റിയിട്ട് അംഗദൻ ഒറ്റയ്ക്ക് ചെന്ന് ലക്ഷ്മണനെ നമസ്കരിച്ചു. സന്തോഷവാനായ ലക്ഷ്മണൻ അംഗദനെ ആശ്ലേഷിച്ചു. ലക്ഷ്മണൻ അംഗദനോട് പറഞ്ഞു, വത്സ, നീ പോകൂ. ഈ ചെയ്ത കാര്യം പിഴച്ചു പോകുമെന്ന് നിന്റെ പിതൃ സഹോദരനോട് പറയൂ. നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്ന മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥങ്ങൾ താമസം കൂടാതെ ഉണ്ടാകുന്നതാണ്. എൻ്റെ ഉഗ്രനായ ജ്യേഷ്ഠൻ സുഗ്രീവനെ
എൻ്റെ ഉഗ്രനായ ജ്യേഷ്ഠൻ സുഗ്രീവനെ വേഗം വധിക്കാൻ എന്നോട് പറഞ്ഞു. സുഗ്രീവന് അവൻ്റെ ജ്യേഷ്ഠനായ ബാലി പോയ വഴിയെ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതേ നടക്കൂ. ഇക്കാര്യം ചെന്ന് പറയൂ. ലക്ഷ്മണന്റെ വാക്കുകൾ കേട്ട് ഭീതിതനായ അംഗദൻ സുഗ്രീവനെ ചെന്ന് കണ്ട് വന്ദിച്ചു പറഞ്ഞു. ലക്ഷ്മണൻ കോപത്തോടെ ഗോപുരദ്വാരത്തിൽ വെളിയിൽ വന്നു നിൽക്കുന്നു. ഇനി വാനര സ്വഭാവം കളഞ്ഞിട്ട് അദ്ദേഹത്തെ ചെന്ന് വന്ദിക്കുക, അല്ലെങ്കിൽ ആപത്ത് വന്നു ചേരും. ഇത് കേട്ട് ഭയഭീതനായ സുഗ്രീവൻ മന്ത്രിപ്രവരനായ ഹനുമാനോട് ആലോചിച്ച് പറഞ്ഞു. നീ അംഗദനെയും കൂട്ടി ലക്ഷ്മണകുമാരനെ ചെന്ന് കണ്ടു വണങ്ങണം. അദ്ദേഹത്തെ സാന്ത്വനിപ്പിച്ച് ശാന്തനാക്കി ഇങ്ങോട്ട് കൊണ്ടുവരിക. ഹനുമാനെ ഇപ്രകാരം അയച്ചിട്ട് താരയോടായി സുഗ്രീവൻ പറഞ്ഞു. സുന്ദരി താരെ, നീ ലക്ഷ്മണന്റെ അടുത്ത് എന്ന് സരസമായ വാക്കുകളാൽ അദ്ദേഹത്തിൻ്റെ കോപത്തെ ശമിപ്പിച്ച ശേഷം എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് എന്നോടുള്ള വിരോധവും ഇല്ലാതാക്കണം. സുഗ്രീവന്റെ വാക്കുകൾ കേട്ട് താര മധ്യത്തിലുള്ള മുറിയിലേക്ക് കടന്നു നിന്നു. അംഗദനും ഹനുമാനും ലക്ഷ്മണനെ വണങ്ങി ഭക്തിപൂർവ്വം കുശല പ്രശ്നങ്ങൾ നടത്തിയ ശേഷം ലക്ഷ്മണനോട് ഹനുമാൻ പറഞ്ഞു. അങ്ങ് എന്തിനാണ് പുറത്തു നിൽക്കുന്നത്? അന്തഃപുരത്തിലേക്ക് എഴുന്നള്ളിയാലും. രാജാധാരങ്ങളെയും നഗരത്തിൻ്റെ ശോഭയും കണ്ടിട്ട് സുഗ്രീവനെ കണ്ട് കാര്യം പറയാം. അതിനുശേഷം ശ്രീരാമചന്ദ്രനെ കണ്ട് വണങ്ങിയാൽ കാര്യങ്ങളെല്ലാം വേഗത്തിൽ സാധിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മണന്റെ കയ്യും പിടിച്ച് ഹനുമാൻ പതുക്കെ നടന്നു. നായകന്മാർ വസിക്കുന്ന സൗധങ്ങളും കൊട്ടാരത്തിൻ്റെ ശോഭയും കണ്ട് സന്തോഷത്തോടെ അവർ മധ്യത്തിലുള്ള മുറിയിൽ എത്തിച്ചേർന്നു. അവിടെ സുന്ദരിയായ താര നിൽപ്പുണ്ടായിരുന്നു. അവൾ ലക്ഷ്മണനെ വണങ്ങി വിനയത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് അങ്ങയുടെ മന്ദിരമാണെന്ന് അറിഞ്ഞുകൂടെ? ഭക്തനും ഉത്തമനും നിന്റെ ദാസനുമായ വാനരശ്രേഷ്ഠനോട് ഇങ്ങനെ കോപിച്ചാൽ അവൻ്റെ ഗതി എന്താണ്? വാനരവർഗത്തിന് ചപലത കൂടുതലാണ്. ഈ വാനരവീരൻ വളരെക്കാലം ദുഃഖം അനുഭവിച്ചവനാണ്. ഇപ്പോഴാണ് അങ്ങയുടെ കൃപ കൊണ്ട് സൗഖ്യമായി ജീവിക്കാൻ തുടങ്ങിയത്. ദയാനിധി, അതിനെ അങ്ങ് വിപരീതമാക്കി തീർക്കരുത്. നാനാ ദിശകളിലും വസിക്കുന്ന വാനരന്മാരെ വരുത്തുവാനായി സുഗ്രീവൻ 10 ദിക്കിലേക്കും 10,000 ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. 10 ദിക്കിൽ നിന്നും വാനരന്മാർ വളരെയേറെ വന്നു കഴിഞ്ഞിരിക്കുന്നത് അങ്ങ് കണ്ടാലും. ഇനി ഒരു കാര്യത്തിലും പ്രയാസമില്ല. രാക്ഷസ വംശത്തെ നശിപ്പിക്കാൻ കരുത്തുള്ളവരാണ് ഈ വാനരവീരന്മാർ. ഭാര്യ, പുത്രൻ, മിത്രങ്ങൾ എന്നിവരോട് കൂടിയവനും അങ്ങയുടെ ദാസനുമായ സുഗ്രീവനെ കണ്ട് അവനോടൊത്ത് ശ്രീരാമദേവനെ വന്ദിച്ച് ഒട്ടും വൈകാതെ കാര്യസാധ്യം വരുത്താമെന്നറിഞ്ഞാലും. താരയുടെ വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ താമസിയാതെ സുഗ്രീവനെ ചെന്ന് കണ്ടു. ഭയഭീതനായ സുഗ്രീവൻ ലജ്ജയോടുകൂടി പെട്ടെന്ന് എഴുന്നേറ്റ് ലക്ഷ്മണനെ വന്ദിച്ചു. മദ്യലഹരി കൊണ്ട് കലങ്ങിയ കണ്ണുകളോടുകൂടിയ സുഗ്രീവനെ കണ്ട് കോപിഷ്ഠനായ ലക്ഷ്മണൻ സുഗ്രീവനോട് പറഞ്ഞു. അങ്ങ് ശ്രീരാമചന്ദ്രനെ മറന്നതെന്ത്? ബാലിയെ വധിച്ച ശരം അദ്ദേഹത്തിൻ്റെ ആവനാഴിയിൽ ഉണ്ടെന്ന കാര്യം നീ മനസ്സിലാക്കുക. ജ്യേഷ്ഠൻ പോയ വഴിയെ തന്നെ പോകണമെന്ന് സുഗ്രീവന് ആഗ്രഹമുണ്ടെങ്കിൽ ശ്രീരാമൻ അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ട്. ഇപ്രകാരം ലക്ഷ്മണൻ പറയുന്നത് കേട്ട് ഹനുമാൻ അതിന് മറുപടി നൽകി. ഇങ്ങനെ പറയാൻ എന്താണ് കാരണം? കവീന്ദ്രൻ ശ്രീരാമചന്ദ്രനോടും ലക്ഷ്മണകുമാരനോടും അതീവ ഭക്തിയുള്ളവനാണ്. വാനരരാജാവ് സത്യം ലംഘിക്കുകയില്ല. ശ്രീരാമദേവന്റെ കാര്യത്തിൽ അദ്ദേഹം അതീവ ജാഗ്രതയുള്ളവനാണ്. അദ്ദേഹം ഒന്നും വിസ്മരിക്കില്ല. നാനാ ദിക്കിൽ നിന്നും വന്നെത്തിയിട്ടുള്ള വാനര വീരന്മാരെ അങ്ങ് കാണുന്നില്ലേ? തടസ്സങ്ങളൊന്നും കൂടാതെ വാനരശ്രേഷ്ഠന്മാർ ശ്രീരാമകാര്യങ്ങളെല്ലാം സാധിക്കും. ഹനുമാന്റെ വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ ലജ്ജാവിവശനായി നിൽക്കവേ സുഗ്രീവൻ അർഘ്യം, പാദ്യം എന്നിവ കൊണ്ട് ലക്ഷ്മണനെ പൂജിച്ച് വീണ്ടും വണങ്ങിയിട്ട് പറഞ്ഞു. ഞാൻ ശ്രീരാമദാസനാണ്. അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. 3 ലോകങ്ങളെയും അരനാഴിക കൊണ്ട് ജയിക്കാൻ കഴിവുള്ളവനാണ് ശ്രീരാമദേവൻ. അദ്ദേഹത്തിൻ്റെ സഹായികൾ മാത്രമായ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആജ്ഞകളെ അനുസരിക്കുന്നു. സുഗ്രീവൻ പറയുന്നത് കേട്ട് ലക്ഷ്മണൻ അദ്ദേഹത്തോട് ദയ തോന്നി. ലക്ഷ്മണൻ പറഞ്ഞു. ദുഃഖം കൊണ്ട് ഞാൻ ക്രൂരമായി പറഞ്ഞതെല്ലാം മഹാഭാഗനായ നീ ക്ഷമിക്കൂ. നിന്നോട് സ്നേഹക്കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ സങ്കടമുണ്ടായപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുപോയത്. ഇനി നമുക്കൊട്ടും വൈകാതെ വനത്തിലേക്ക് പോകാം. ശ്രീരാമൻ അവിടെ ഒറ്റയ്ക്ക് വസിക്കുകയാണ്. അടുത്തത് സുഗ്രീവൻ ശ്രീരാമ സന്നിധിയിലെത്തുന്നതാണ്. അത് നമുക്ക് നാളെ വായിക്കാം. എല്ലാവർക്കും നമസ്കാരം.